കഴിക്കാന്ന് കഴിക്കാൻ ചോറ്, കിഴങ്ങ്, മീനവിയല്, വളക്കരോട് പൊരിച്ചത്, ക്യാരറ്റ് തോരൻ, ചീരത്തോരൻ, രസം, അച്ചാറ്. ഇതിനൊക്കെ സമയം എവിടെയാണ് കിട്ടണത്? അത് സമയം എടുത്ത് ചെയ്യും. നമ്മൾ സാധാരണ പൊതുവെ ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോഴേക്ക് ആൾക്കാർ പറയാറുണ്ട് വെളിയിൽ നിന്ന് കഴിച്ചുകൂടെയെന്ന്. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചാലുള്ള ഗുണം എന്താണ്? നല്ല ആഹാരം കഴിച്ചിട്ട് പോകാം. വെളിയിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ലതും കിട്ടും, നിറയും കിട്ടും. വയറ്റിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചീരത്തോരന്, ഉണക്ക മീൻ, രസം അങ്ങനെ വെച്ച് തന്നെ പോകും കേട്ടോ. വെള്ളം എടുത്ത് വെളി വെക്കും, അങ്ങനെ വെക്കുക. എല്ലാം വെള്ളം വെളി വെച്ചിട്ട് വെക്കുന്നതായിരിക്കും നല്ല, ഇല്ലെങ്കിൽ എല്ലാം പോകും പുറത്ത്. വണ്ടി കുലുക്കല്ലേ. ചോറ് സുരേഖ. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടോ? പൊരിച്ച മീനുണ്ടോ? പൊരിച്ച മീൻ്റെ കരുവാട് പൊരിച്ചത്. കരുവാട് പൊരിച്ചേ ഉള്ളൂ. കരുവാട് മീൻസ് ഉണക്ക മീൻ പൊരിച്ചത്. പിന്നെ വന്നിട്ട് ക്യാരറ്റ് തോരനുണ്ട്. മരിച്ചീനി വന്നിട്ട് പേസ്റ്റ് ആയിട്ടുള്ള രൂപത്തിലുള്ളതുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണെങ്കിൽ നമ്മൾ കന്യാകുമാരിയിലോട്ട് പോവുകയാണ് കേസ്. കന്യാകുമാരിയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഫുഡിങ്സ് ഒക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകാറാണ് പതിവ്. മമ്മി സാധാരണ നമ്മൾ വെളിയിലൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസിലാണെങ്കിൽ റെഡിയാക്കി കൊണ്ടുപോകും. അത് അവർക്കൊരു സന്തോഷം. അതല്ല ഞാൻ പറഞ്ഞിട്ട് അത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കുട്ടികളായിട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും തമിഴ്നാട് അല്ലെങ്കിൽ നല്ല ദൂരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും മാക്സിമം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. അല്ലെങ്കിൽ നിയർ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറാവുന്ന സമയത്ത് വെളിയിൽ നിന്ന് കഴിച്ച് കഴിഞ്ഞാലും വിഷയമില്ല. അപ്പോൾ ഫുഡ് പോയ്സണിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്. ഇന്ന് രാവിലെ തന്നെ സർവീസൊക്കെ ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് കന്യാകുമാരിയിൽ? 50ാമത്തെ പ്രാവശ്യം. 50ാമത്തെ പ്രാവശ്യമോ? ഇപ്പൊ ജനിച്ച സമയം മുതലേ പോകുന്നത് തന്നെയല്ലേ കന്യാകുമാരിയിൽ? വാപ്പ സാധാരണ ടൂർ വയ്ക്കുന്ന പരിപാടി. ഇപ്പൊ എവിടെ ടൂറൊക്കെ പോയിട്ട് വന്നില്ല? എവിടെയൊക്കെ പോയത്? മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, കൊടൈക്കനാല്. ഇനി അടുത്ത പ്രാവശ്യം എവിടെ പോകുന്ന? അടുത്ത കാഞ്ഞിരമറ്റം, മുനമ്പം. കാഞ്ഞിരമറ്റം ദർഗാ വിസിറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിത് അവിടെ ചോറൊക്കെ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാപ്പാക്ക് ഇത്രയും സംഭവങ്ങളാണെങ്കിൽ ഫുഡ് ഐറ്റംസ് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് വാപ്പാക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കി. 1 2 3 4 5 6 7 8 9 ഐറ്റംസുകൾ ചേർന്നിട്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് നമ്മൾ ആക്ച്വലി ഫുഡ് ഐറ്റംസുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. യെസ്, നമുക്കുള്ള ഫുഡ് ഐറ്റംസുകൾ റെഡി ആവുകയാണ്. ചോറ് സംഭവം എന്താ തട്ടിയാണ്. യെസ്, സുരേഖാരി. കുറച്ച് ചോറ് മതി, എന്നാലും മതി. ബസ് യാത്രയിൽ എല്ലാ സാധനം കൊണ്ടുപോകുമെങ്കിലും കുറച്ച് ചോറ് ഞാൻ കഴിക്കുള്ളൂ. കാരണം വെച്ചാൽ ഞാനാണല്ലോ വണ്ടി ഓട്ടിക്കേണ്ടത്. നല്ല പേസ്റ്റ് രൂപത്തിലുള്ള മരിച്ചിനി, അതിനുശേഷം നല്ല കിടിലം മാങ്ങ അച്ചാർ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് തോരൻ ക്യാരറ്റ് തോരൻ കഴിഞ്ഞതിന് ശേഷം ചീരത്തോരൻ കഴിഞ്ഞതിന് ശേഷം ഒരു ട്രിവാൻഡ്രംകാർ കരുവാടെന്ന് പറയും ഉണക്കമീൻ, വാള. ട്രിവാൻഡ്രത്ത് വാള എന്നാണ് ആ മീനിനെ പറയുന്നത്. ഒരിടത്ത് ഓരോ പേര്. ഇതെന്ത് മീനാണ്? കൊഴിയാള. സെമി സോളിഡ് പ്രിപ്പറേഷനാണ് ഇത്. ആക്ച്വലി ഇത് വിഴിഞ്ഞം സ്റ്റൈൽ വന്നിട്ട് അവിയൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഓരോയിടത്ത് ഓരോ രീതിയിൽ പറയും. ഓക്കെ. പിന്നെ വന്നിട്ട് ഒരു പപ്പടം. അവസാന നിമിഷം ഇതുപോലെ ഒരു പപ്പടം എടുത്ത് വെച്ചപ്പോഴേക്കും എൻ്റെ പപ്പടം പറന്നു പോയായിരുന്നു. അതിൽ സംഭവം ഓക്കെയാണ്. രസം കുറച്ച് ഒഴിക്കുന്നു. ഇതായിരിക്കും സൈഡിൽ. ഒഴിക്കും. ഓക്കെ. അപ്പോൾ കഴിഞ്ഞു. നമ്മളിനടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് റെഡിയായി. നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഫുഡ് ഐറ്റംസിലാണെങ്കിൽ റെഡി ആക്കിയിട്ടാണ് പോകുന്നത്. കുറേ ഐറ്റംസിലുണ്ട്. പപ്പടമുണ്ട്, കൊഴിയാള കറിയുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, ക്യാരറ്റ് തോരനുണ്ട്, ചീരത്തോരനുണ്ട്, മരിച്ചീനി കപ്പ പേസ്റ്റ് രൂപത്തിലുള്ളതുണ്ട്, പിന്നെ ഉണക്കമീനുണ്ട്, പപ്പടമുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസുകൾ ചേർത്തിട്ടാണ് ഗൈസ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉച്ചയ്ക്ക് ചോറ്, കുറച്ച് തോരനും, അച്ചാറ്, പേസ്റ്റ് രൂപത്തിലുള്ള മരിച്ചിനിയും കുറച്ച് പപ്പടവും എല്ലാം എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് അടിപൊളി.
കൊഴിയാള മീനാണ്. സൂപ്പർ. ഉണക്കമീൻ, വാളയെന്നും പറയും, പാമ്പാടെന്നും പറയും. സംഭവം പൊളി. ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. എന്തിന്ന് വെറൈറ്റി എന്താണ്? മാങ്ങ, മരച്ചീനി, പേസ്റ്റ് രൂപം, കിച്ചടി, പച്ചടി, തോരൻ, പപ്പടം എല്ലാം ഉണ്ട്. കരുവാട്. മീന് ഫ്രഷ് മീനാണ്. എവിടെ നിന്ന് വാങ്ങിച്ചത് മീൻ? ഇന്ന് പൂന്തറയെന്ന് വാങ്ങിച്ച. പൂന്തറയെന്ന് വാങ്ങിച്ച മീൻ ഫ്രഷ് ആണ്. അടിപൊളി ഫ്രഷ് മീനാ വെച്ചിട്ടാണ് ഇതാ വാപ്പതാ കഴിക്കുന്നതാണ്. എങ്ങനെയുണ്ട്? ചോറുണ്ട്? ഇഷ്ടപ്പെട്ടാ? കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട് ചോറ്? എങ്ങനെയുണ്ട്? സൂപ്പർ. എന്തൊക്കെ ഉണ്ട്? വെറൈറ്റി ആണ്. വെറൈറ്റി. റയാൻ കഴിക്കൂ പെട്ടെന്ന്. വെള്ളം ഇവിടെ താഴെ വെക്കൂ. താഴെ വെച്ചിട്ട് കഴിക്കൂ. പപ്പടയൊക്കെ ടേസ്റ്റ് ഉണ്ടോ റയാൻ? റയാൻ എത്രാമത്തെ പ്രാവശ്യമാണ് കന്യാകുമാരി പോകുന്നത്? രണ്ടാമത്തെ. വെരി ഗുഡ്. ഇനി കഴിച്ചോ.